അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ പോത്തുമുട്ടന് കൊടുക്കുന്ന തീറ്റി. ധാന്യപ്പൊടി എന്ന് പറയും, കാറ്റിൽ ഫീഡ്. ഇത് 40 കിലോ വെയിറ്റാണിത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പരത്തി, നല്ല അടിപൊളി പരത്തി. അതുകൊണ്ട് ഈ പരത്തിയൊക്കെ ഇവിടെ ഉള്ളൂ. നമ്മൾ കണ്ടാ പരത്തിയുടെ കളർ കണ്ടോ? ഈ സാധനം നമ്മളോട് ഈ ടൈപ്പ് പരത്തി ഇവിടെ വരുത്തില്ല. എവിടെ നിന്ന് വരുത്തേച്ചാ പറയാൻ പറ്റത്തില്ല. പുറത്തുനിന്ന് ആന്ധ്രയിൽ നിന്ന് വരുന്ന പരുത്തിപ്പിണ്ണാക്കാൻ നമ്മളിതൊക്കെ വാങ്ങിയാണ് കൊടുക്കുന്നത്. ഇത് 40 രൂപ വിലയാണിത്. പുറത്ത് 35-38 കിട്ടും. പക്ഷേ അത് ബൈൻ്റെ അരച്ച് ആവും എന്നാണ് ചായം പറയുന്നത്. ഇതാണ് നമ്മൾ കൊടുക്കുന്ന തവിട്, ധാന്യപ്പൊടി എന്ന് പറയും. അപ്പോൾ അത്യാവശ്യം മിക്സായിട്ടുള്ള സാധനം നമ്മുടെ വണ്ടിയിൽ കയറ്റി വെച്ചേക്കാണ് അതിനെ കൊണ്ടുപോകണത്. അപ്പോൾ നമ്മുടെ പുത്തൻകുട്ടന് ഇത് കൊടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ആദ്യം നമ്മൾ കുറച്ച് വെള്ളം എടുക്കണം. വെള്ളം പിടിച്ച് വെച്ച ശേഷം അതിനകത്തോട്ട് നമ്മുടെ പരുത്തിപ്പിണ്ണാക്ക് കുറച്ച് നേരം വെള്ളത്തിയിട്ട് വെച്ചിട്ടേ കൊടുക്കാവുള്ളൂ. അത് സാധാരണ നമ്മൾ തലേ ദിവസമാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇട്ട് വെക്കാൻ വിട്ടുപോയതുകൊണ്ട് ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ 2 മണിക്കൂറെങ്കിലും ഇത് കുതിർത്ത് വെക്കണം. ഇത് കുതിർത്ത് വെച്ച ശേഷം എന്നാലേ അതിൻ്റെ ആ ഒരു എഫക്റ്റ്, അതായത് എല്ലാം ഒന്നും കുതിർന്ന് വരത്തുള്ളൂ. സാധാരണ ഈ ലോക്കൽ പരത്തിയൊക്കെ പറയുമ്പോഴത്തേക്കും ബൈൻഡൊക്കെ അരച്ചാണ് തരുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഒറിജിനൽ പരത്തിയാണ്. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ പൊടി നമ്മൾ ഒരു 1-1.5 കപ്പ് പൊടി നമ്മളെല്ലാ ദിവസവും കൊടുക്കും. ഏകദേശം ഒരു 400 ഗ്രാം 500 ഗ്രാമിൻ്റെ അടുത്തപ്പോൾ വരും. രണ്ടും കൂടെ ഏകദേശം ഒരു 1 കിലോ കൈത്തീറ്റ നമ്മൾ രാവിലത്തെ സമയത്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ അതും കൊണ്ട് നമ്മുടെ പോത്തുക്കുട്ടൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കും പോത്തുക്കുട്ടൻ നമ്മളെങ്ങനെ വിളിക്കും, കണ്ടോ, ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ തലയും പിടിച്ചുകൊണ്ട് നിൽക്കും. നമ്മളിത് പുള്ളിക്ക് രാവിലെ തന്നെ കൊടുത്തിട്ട് നമ്മൾ പിന്നീട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തേക്കുള്ള പരുത്തി വെള്ളത്തിടാനുള്ള തയ്യാറെടുപ്പൊക്കെ നോക്കും. എന്നിട്ട് ഇത് കൊടുത്തിട്ട് ആളിനെ അങ്ങോട്ട് ഒന്ന് മാറ്റി കെട്ടും. ഇങ്ങനെയാണ് നമ്മൾ പോത്തിനെ ഫീഡ് ചെയ്യുന്നത്. നമ്മളങ്ങനെ ഫീഡ് ചെയ്യുന്ന വീഡിയോസൊന്നും ആരെയും കാണിച്ചിട്ടില്ല.